നമസ്കാരം. ശ്രീരാമ തൃപ്പാദങ്ങളിൽ എൻ്റെ പ്രണാമം. ഒരു കുടുംബം എങ്ങനെ ആകണം, അഥവാ ഒരു കുടുംബം എങ്ങനെ ആകരുത്, ഇതിൻ്റെ രണ്ടിൻ്റെയും മാതൃകയാണ് ദശരഥ മഹാരാജാവിൻ്റെ കുടുംബം. ദശരഥന് മക്കൾ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് വസിഷ്ഠ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം പുത്രകാപേഷ്ടി യാഗം നടത്തുന്നത്. ആ യാഗത്തിൽ നിന്നും ലഭിച്ച പായസം, ആ പായസവുമായി ദശരഥൻ സ്വന്തം ഭാര്യമാരുടെ മുന്നിലേക്ക് എത്തുന്നത് വലിയ സന്തോഷത്തോടെയായിരുന്നു. പരിസരം തന്നെ മറന്നുപോയി എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളതാണ്. വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെ ഒരു കുട്ടി ഉണ്ടാകുന്നു എന്ന വാർത്ത കേട്ട് കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമായിരിക്കും. അതൊക്കെ അനുഭവിച്ചവർക്കേ മനസ്സിലാകൂ. ആ രീതിയിലാണ് ദശരഥൻ സ്വന്തം ഭാര്യമാരുടെ മുന്നിലേക്ക് ഈ പായസവുമായി എത്തുന്നത്. എത്തിയ പാടെ പായസത്തിന്റെ നേർപകുതി കൗസല്യക്ക് കൊടുത്തു, അടുത്ത പകുതി കൈകേയിക്കും കൊടുത്തു. അപ്പോഴാണ് രാജാവിന് മനസ്സിലാകുന്നത്, അയ്യട അബദ്ധം പറ്റി. കാരണം സുമിത്ര അവിടെ നിൽപ്പുണ്ട്, സുമിത്രയ്ക്ക് കൊടുക്കാൻ പായസം ഇല്ല. ഇവിടെയാണ് ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണം. ദശരഥ മഹാരാജാവിന്റെ ഈ ഒരു ധർമ്മസങ്കടം ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കൗസല്യക്കായി. ഭർത്താവിന്റെ മനസ്സ് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കൗസല്യക്കായി. ഒരു കുടുംബത്തിൽ വേണ്ടത് അതാണ്. അതുകൊണ്ട് കൗസല്യ ഉടൻ തന്നെ തനിക്ക് കിട്ടിയ പായസത്തിന്റെ നേർപകുതി എടുത്തിട്ട് സുമിത്രയ്ക്ക് കൊടുത്തു. ഇവിടെ കൗസല്യ ആ കുടുംബത്തിൽ സ്വയം ഒരു മാതൃകയായി ഉയരുകയാണ്. കാരണം കൈകേയി ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാ. കൈകേയി ഉടൻ തന്നെ തൻ്റെ പായസത്തിൽ നിന്നും, തനിക്ക് കിട്ടിയ പായസത്തിൽ നിന്നും നേർപകുതി കൈകേയിയും സുമിത്രയ്ക്ക് കൊടുത്തു. നോക്കൂ, ഇവിടെ നടക്കുന്നത് ഷെയറിംഗ് ആണ്. ഒരു കുടുംബത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം. ഉള്ളത് പരസ്പരം പങ്കിട്ട് കഴിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അനുഭവിക്കുമ്പോഴാണ് ഒരു കുടുംബത്തിലുള്ളവർ തമ്മിൽ ഒരു മാനസികമായിട്ടുള്ളൊരു ഐക്യം, ഒരു കെട്ടുറപ്പ് ഉണ്ടാവുക. അതാണ് ഷെയറിങ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പായസത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത്, നമ്മൾ കണ്ടത്. അങ്ങനെ സുമിത്രയ്ക്ക് 2 പങ്ക് കിട്ടി, 2 മക്കളും ഉണ്ടായി. ഇതായിരിക്കണം ഒരു കുടുംബം. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു, രാമായണത്തിലെ ഓരോ അക്ഷരങ്ങൾക്കിടയിലും, ഓരോ വാക്കുകൾക്കിടയിലും, ഓരോ വരികൾക്കിടയിലും ഇതുപോലെ നമ്മളെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള ഒരുപാട് ജീവിത പാഠങ്ങളുണ്ട്. അത് ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ ഈ രാമായണം കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുക. ആ രീതിയിൽ എല്ലാവർക്കും അങ്ങനെയുള്ള ജീവിത പാഠങ്ങൾ രാമായണത്തിൽ നിന്നും പകർത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇനി ഒരു കുടുംബം എങ്ങനെ ആകരുത്, അതിൻ്റെ മാതൃകയും ഈ ദശരഥന്റെ കുടുംബം തന്നെയാണ്. അത് നമുക്ക് നാളെ പരിശോധിക്കാം. ശരി, നമസ്തേ.